അങ്ങനെ വീണ്ടും ഒരു വെക്കേഷൻ എത്തി. ഇപ്പം അതുപോലെ ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ. എല്ലാ വർഷവും വിചാരിക്കും മാർച്ച് ഏപ്രിൽ സമയത്ത് നാട്ടിൽ പോകരുതെന്ന്. കാരണം വേറൊന്നുമല്ല, സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ ആ ടൈമിൽ. അപ്പോൾ എന്നും അങ്ങനെ വിചാരിക്കാറുണ്ടെങ്കിലും നമുക്ക് ആ സമയമാകുമ്പോൾ നാട്ടിൽ പോയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വലിയ വണ്ടി SUV ആണ് വിളിച്ചത്. കാരണം നമുക്ക് ലഗേജ് കൂടുതലുണ്ടായിരുന്നു. 7 സീറ്റർ ആണെങ്കിൽ ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ലഗേജ് വെക്കാം. ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായപ്പോൾ തന്നെ നമുക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു 1 അവർ ട്രെയിൻ ലേറ്റ് ആണെന്നുള്ളത് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 4:30 എന്നുള്ളൊരു 4:45 ട്രെയിൻ വന്നു. അപ്പം തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിരുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മൾ വെളുപ്പിനെ 4:30 എണീറ്റ് നോക്കിയപ്പോൾ നമുക്ക് 6:30 ആണ് കായംകുളം എത്തുന്ന ടൈം കാണിച്ചിരുന്നത്. അപ്പോൾ അത് 8:30 ആണ് കാണിക്കുന്നത്. അപ്പോൾ 2 hours ലേറ്റായി എന്തായാലും. അപ്പോൾ ഞങ്ങൾ ഇത് രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ്